സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ബെഡ് വാർസ് കളിച്ചിട്ട് കുറച്ച്, അപ്പോൾ ഞാനോർത്ത് FTTനെയും വിളിച്ച് ഒരു ബെഡ് വാർസ് കളിക്കുക. ജയിക്കാൻ വേണ്ടിയൊന്നുമല്ല, വെറുതെ കളിക്കാമെന്ന് വിചാരിച്ച്. ബട്ട് FTT ഒരു പണി ഒപ്പിച്ച്. പിണങ്ങല്ലേ? നമ്മള് കഴിഞ്ഞൊരു ബെഡ് വാർസ് വീഡിയോ നിർത്തിയപ്പോഴേ പറഞ്ഞായിരുന്നു നമ്മൾ ഒറ്റയടിക്ക് 5 മാച്ച് ഒരുമിച്ച് അങ്ങ് ജയിക്കുമെന്ന്. നമുക്കത് ജയിച്ച് കാണിച്ചു കൊടുത്താലോ? അന്ന് കളിച്ച പിന്നെ ഞാൻ കളിച്ചിട്ടില്ല, പക്ഷെ നമുക്കതൊരു പ്രശ്നമാണോ? ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ക്രിയോ കൈമേറ എന്ന് പറയുന്ന ഒരു മൗസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു വയർലെസ് മൗസ് ആണ്, വയർ വെച്ചിട്ട് നമുക്ക് കളിക്കാം. പിന്നെ ഇതിന്റെ സെൻസർ വരുന്നത് പിക്സർ 3325 ആണ്. അപ്പോൾ നമുക്ക് ആക്സസറീസ് ആയിട്ട് ഗ്രിപ്പും അതുപോലെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ബട്ടൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഒരു ഇൻബിൽഡ് സോഫ്റ്റ്വെയർ വന്നിട്ട് ഡീപ് പേ ഒക്കെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് മൗസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഗ്രിപ്പും ഫീലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിന് ഏകദേശം 2 ദിവസത്തോളം ബാറ്ററി ലൈഫ് ഉണ്ട് ഫുൾ ടൈം ഉപയോഗിച്ചാൽ. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, എന്താ FTT? മറന്നുപോയി. അത് സീനിൽ FTT, നമുക്ക് അതാണ് വേണ്ടത്. നമുക്കതൊന്നും ടാർഗറ്റ് ചെയ്യണം. നമുക്കതൊരു വിഷയമല്ല FTT. എനിക്ക് ബ്ലോക്ക് വെക്കാൻ പോലും പറ്റണില്ല FTT. ഞാനും പറഞ്ഞ ഇതിനകത്ത് ലാഗ് ആണ്. ഞാൻ കണ്ട ബോള് മനസ്സിലാ വരുന്നത്. മോനും വീട്ടിൽ പോടോ. താഴെ പോയത് രണ്ടുപേരും പോയി. ഞാൻ എങ്ങനെ താഴെ പോവോ? അങ്കോപാനം സ്വരലലം ജനസരളം ജന്മനീനൻ ഹവ്യമാ. എന്തുവാനോ പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. നമ്മൾ മിക്കവാറും തോക്കത്തേ ഉള്ളൂ. പണ്ടത്തെ കണക്ക് തന്നെ. ഇത് എന്തൊരു ലാഗാ, മുട്ടിഞ്ഞ ലാഗാ. അല്ലെങ്കിൽ വല്ല ജാർടെക്സിലും പോയി കളിക്കേണ്ടി വരും. ജാർടെക്സിലൊക്കെ പോണം FTT. നമ്മളെ ആരോ പോയല്ലോ, പോയി. ഞാൻ ചത്തു. ഞാനെങ്ങനെ ചാവും FTT? ചത്ത് കണ്ടായിരുന്നു. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം നോക്കാൻ? ശരി, ഇപ്പൊ ഞാൻ നോക്കിയതാ കുറ്റം. അവര് പറഞ്ഞതല്ല കുറ്റം. പിന്നല്ലാണ്ട് എവിടെ രണ്ടുപേരുണ്ടെങ്കിൽ അമ്മയുടെ പീസിന് മേളിലുണ്ട്. കയറി വരാൻ നോക്കുന്നു. എന്റെ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക്. ഇല്ല FTT വേഗം വാ. ഞാൻ അവിടെ താഴെ ഉണ്ട്. എന്റെ ബ്ലോക്സ് ഒന്നും രജിസ്റ്റർ ആവുന്നില്ല. നമ്മളിത്തിരി സീനാണ് FTT. വേഗം വാ. സ്പ്ലിറ്റ് എടുക്ക് FTT. സ്പ്ലിറ്റ് എടുക്ക്. അവന്മാര് വന്ന് FTT. അവന്മാര് വന്ന്. ഫയർബോൾ ആയിട്ട് FTT. ഇല്ല, മൂഞ്ചൂല. നോയലും ഞാനും അതാണ് പ്രശ്നം. നമ്മൾ രണ്ടുപേരാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ബെസ്റ്റ് ടൈറ്റിലുണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും. ന്യൂബുകൾ വീണ്ടും പ്രോ ന്യൂബുകളിലേക്ക്. അപ്പൊ കളിക്കാൻ പറ്റുന്നില്ല നോയലേ. അപ്പൊ മറ്റേനോടെ പോയി. നമ്മളാണ് ആദ്യത്തെ ടീമിനെ വൈപ്പ് ചെയ്തേ. നമ്മള് നിസ്സാരക്കാരല്ല FTT. എനിക്ക് എത്ര പറയാൻ നോയലെ അതീ കാര്യമില്ല. ഒരുത്തം മണ്ടനാന്ന് വെച്ച് എല്ലാരും മണ്ടനാണോ? ഇത്രയും കാലം കളിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു പാഠമുണ്ട്. എന്താ മനസ്സിലായത്? നോയലുണ്ട് കളി ജയിക്കും. ജയിച്ചാ മതി. ഡയമണ്ട് എടുത്തോ, കൈ വെച്ചൊക്കെ കൊണ്ട് കളയരുത്. കളഞ്ഞു. നമ്മക്കില്ലെങ്കിൽ ആർക്കും ഇല്ലെന്നുള്ള മൈൻഡാണ്. എന്ത് മൈൻഡാണ് നോയലേ? ഞാൻ ഇപ്പൊ വരാവേ. ഞാൻ പോകുന്നു. FTT മിഡിലാരോ നടപ്പുണ്ട്. മിഡ് ഫുൾ എംസ് എടുത്ത്. അതായത് മിഡിലാരാ നടക്കുന്നത്? ആരോ മച്ചാൻ പാണി. ആരൊക്കെ പേര് കാണുന്നില്ല അവിടെ. FTT ഞാൻ സീൻ ക്ലച്ചായിരുന്നു കേട്ടോ അത്. ഞാൻ കണ്ടില്ല. ഞാൻ എമറൽസ് എല്ലാം ഒന്ന് കളക്ട് ചെയ്തിട്ടായിരുന്നു. ഞാൻ ഇവിടെ ബെഡിന്റെ നമുക്ക് ഇൻവിസിബിലിറ്റി അടിച്ചെങ്കിലും അവന്മാരെല്ലാം തോപ്പിക്കണം. ഇൻവിസിബിലിറ്റി കിട്ടിയാലേ ഞാൻ ചെറിയ പ്രോ. ഏത് ചെറുതായിട്ടും ചത്ത് കേട്ടോ. അപ്പൊ എമറാൾഡ് നമ്മളിങ്ങനെ സംസാരിക്കണത് ഏത് മറ്റേത് മനസ്സിലായ? നമ്മളിങ്ങനെ പല ചിന്താ വിഷയത്തിനെ പറ്റി സംസാരിക്കും.
ആയിക്കോട്ടെ. പക്ഷെ ബാക്ക്ഗ്രൗണ്ടില് ബെഡ് വർക്സ് ഏത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ വന്ന പോലെ. മനസ്സിലായി എമ്പുരാനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിമ്പു ഹൈപ്പ് കൊടുത്തതിന്റെ അത്ര ഒന്നും ഇല്ല. മേക്കിംഗ് അടിപൊളിയാണ്. കഥ വയസ്സ് നോക്കാൻ നേരം ശരിയാ ഒരു മൂവി കഥ. മേക്കിംഗ് വേറെ കഥ വേറെ. മേക്കിംഗ് അടിപൊളിയാണ്. ഒരു നല്ല സ്റ്റൈലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കഥയില്ലെങ്കിൽ അത് അടിച്ചു നല്ലോണം അടിച്ചു. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടായിരുന്ന ഇല്ല, ഞാൻ ഒരു വട്ടം കണ്ടോളത്. ഒരു വട്ടം കണ്ടപ്പോ തന്നെ മതിയായി. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോ വലിയ കുഴപ്പമില്ല. രണ്ടാമത്തെ വട്ടം കാണുമ്പോ നമുക്ക് അറിയാമല്ലോ ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കൊറേ ഇപ്പൊ ഏട്ടം വരും വിചാരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ബേസിലോട്ടാണ് FTT പച്ച വന്നെ. പച്ച കയറി കണ്ടില്ല പച്ച വന്നെ FTT പക്ഷെ ഞാൻ വെള്ളോട്ട് കയറിയപ്പോ FTT അവൻ എന്തെങ്കിലും ചെയ്ത് കൊല്ലണം. അവനെ കളയാൻ പോയതാ. ഞാനങ്ങ് പോയി. അവന്റെ ബെഡ് പോയി. ഗ്രീൻ ബെഡ് പോയി. FTT ബെഡ് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത് നമ്മുടെ അടുത്തോട്ടല്ലേ വരുന്നെല്ലാരും. ഇതെങ്ങാനും വിക്ടറി അടിച്ചാൽ ഓലെ സെറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല പിന്നെ കളിക്കാൻ നിൽക്കണ്ട, മൂടങ്ങും. അത് ശരിയാ. എന്തോ FTT അടുത്തത് ഇൻവിസ് ഇട്ടോണ്ട് വരും കേട്ടാ. ഗ്രീനിന്റെ ബേസിലോട്ടോ. അവിടെ ഒരു ഗ്രേ ഉണ്ട്. അവനെ തീർത്താൽ നമ്മള് കളി ജയിക്കും. ഞാൻ ഗ്രീനിന്റെ ബേസിലോട്ട് പോവാ. അവൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അവൻ നമ്മളെ കൊന്നാലുണ്ടല്ലോ. പക്ഷെ അവൻ ഇത്തിരി പ്രോ ആട്ടോ. അവൻ ഇച്ചിരി ഓപ്പിയാണ്. കാര്യം അവന് നേരത്തെ 0 പിങ് ആയിരുന്നു. അവൻ നമ്മുടെ ബേസിലോട്ട് അടുക്കാതെ നോക്കി. അതുകൊണ്ട് അതിനോലായിരുന്നു. അവൻ ചിലപ്പോ ഇൻഡിസ് അടിച്ച് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. കേറി ചെന്നാ കൊല്ലാൻ പറ്റുമോ? ഫുൾ കൗണ്ട്. രണ്ടുപേരോട് ഒറ്റടിക്കുന്ന ചിലപ്പോ നടക്കും. ഒരാൾ ചത്താലും ചിലപ്പോ നടക്കും. ഞാൻ പുറകിലുണ്ട്. പക്ഷെ നല്ല ഡാമേജ് കൊടുക്കണം അവന്. ഒന്നും കുറഞ്ഞില്ല. 12 ഞാൻ കയറി അറ്റാക്ക് ചെയ്ത് നോക്കാം. ചേട്ടാ, ഞാൻ ഫയർ ബോൾ എടുത്തറിയാതെ നോക്കിയാ അവനെ. ഞാനൊക്കെ താഴും. നേരെ പോകാം. അവന് വരാൻ സമയം കൊടുക്കരുത്. കാര്യം അവൻ എമറൽഡ് ജെനിൽ എത്തി കഴിഞ്ഞാൽ അവൻ ഇൻവിസ് അടിക്കും. ഉറപ്പായിട്ടും ഇൻവിസ് ബോൾ അടിക്കും. അത് ശരി, എന്നെ അങ്ങ് തള്ളി വിടുക. നമ്മളെ എത്തോട്ടെന്ന്. നമ്മളെ എന്നല്ലല്ലോ ആർക്കും വേണ്ടല്ലോ. അല്ലെങ്കിലും എന്റെ പ്രൊഫഷണൽ കളിക്ക് മുമ്പിലൊന്നും ആരും പിടിച്ചിരിക്കരുത്. പ്രൊഫഷണൽ ഗെയിമർ ബ്രോ. ഇത്ര നേരത്തെ കളി എന്നിട്ട് മനസ്സിലായില്ല. നോക്കിക്കോ അവനെ. കാണുന്നുണ്ട്. അത് തന്നെ പൊട്ട് വീണാവൻ. കിട്ടില്ല. കിട്ടണം. പോട്ടെ. FTT അവൻ ബേസിലോട്ട് എത്തിയാ തീർന്നിട്ടാ നമ്മള്. തീരും. ബേസിലോട്ട് എത്താൻ സമ്മതിച്ചൂടാ. FTT അവൻ പേള് ചെയ്ത് ബെഡ് പോയി. FTT അങ്ങനെ മേളിലോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോവാറില്ല. FTT നമ്മുടെ ബെഡ് പോയി. FTT മൈനിങ് വരണ്ട. ഇനി അതിന്റെ തിരിച്ചു പോവാ. അവനെ എങ്ങനെയെങ്കിലും തീർക്കണോടെ. അവൻ നടക്കത്തില്ല അവനെ തീർക്കുന്ന. FTT എവിടെ? ഞാൻ സെന്ററിൽ പോണു. കണ്ടില്ല. എന്റെ കൂടെ വാ. വേറെ എന്ത് ചെയ്താ? റെഡ് ബേസിലോട്ടോ. നമ്മള് ലൈറ്റ് ഇട്ടിട്ടും നമ്മളെ കൊണ്ട് നടക്കും. പക്ഷെ ഇച്ചിരി നോക്കിയാണ്. അവന്റെ കയ്യില് എൻചാന്റഡ് ഇതൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഒരു പ്രശ്നമാണ്. FTT അതൊരു പ്രശ്നമല്ലേ? ഇതിപ്പോ തോറ്റു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? പിന്നെ നല്ല നാണക്കേടാ. സത്യം. വല്ലപ്പോഴാണ് കളിക്കുന്നത്. കളിക്കുമ്പോ എല്ലാം തോക്കുകയും ചെയ്യും. FTT ഇതിപ്പോ നമ്മള് ജയിക്കും. അവനെ നോക്കിക്കോട്ടാ. മറ്റേ ട്രാക്കർ മേടിക്കായിരുന്നു. അയ്യോ, ഞാൻ ഒരു 2 ഫയർ ബോളും ഗ്യാപ്പിളും അത് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഫയർ ബോൾ ഇട്ടിട്ട് അത് ആ ബ്രിഡ്ജ് കളഞ്ഞേക്ക്. അവൻ ഇൻസിട്ടേ വരുള്ളൂ. പോലെ ഇൻവിസിട്ടേ വരത്തുള്ളൂ. ബ്രിഡ്ജ് കളയണ്ട. നോയലിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അവനല്ലോടോ, ഞാനേ എല്ലാവരെയും അറിയില്ല. പറ്റും.
Let's go, let's go, let's go, Royal. ഓ ഷിറ്റ് FTT. പുല്ല്. സെറ്റല്ലേ? നമ്മളെന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ നമ്മള് ജയിക്കും നമ്മള് ജയിച്ചിരിക്കും. അതും അൺനിക്ക് ചെയ്തോണ്ട് സെറ്റല്ലേ? ഇനി ഒന്നുകൂടെ കളിച്ചാൽ ചിലപ്പോ തോറ്റു. സോ ഗൈസ് അങ്ങനെ നമ്മള് കേറി ജയിച്ച് ഇറങ്ങി. FTTയുടെ നിർബന്ധപ്രകാരം ഇനി ആ ഒരു സ്ട്രീക്ക് കളയാൻ നമ്മൾ ഇനി ബെഡ് വർക്ക് കളിക്കണില്ല തീരുമാനിച്ചല്ലേ FTT? അതെ, പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ. പറയോ? എനിക്കൊരു വെളിപ്പെടുത്തൽ പറയാനുണ്ട്. പറയൂ ഗൈസ്. FTT എന്താ പറയാൻ പോണെന്ന് എനിക്ക് നേരത്തെ അറിയാറുണ്ട്. ഞാൻ ഗെയിമിലും ഇടക്കിടക്ക് ചോദിച്ചു FTTനോട്. ഞാൻ ഡബ്ബു മാത്രമേ ചെയ്തോളൂ, കളിച്ചത് സാമാ. എനിക്കറിയാം FTT. ഡബ് ചെയ്യുന്ന സാമായിരുന്നു കളിച്ചോണ്ടിരുന്നത്. നമുക്ക് സാമിന്റെ കളി കണ്ട അറിയൂലേ? FTT ഗെയിമിംഗ് ചീറ്റഡ് മീ. സാമാണോ കളിക്കണേ? അല്ല സാമ. അത് കൊള്ളാം. സാമ സാം അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. വാ നോയനെ എന്ത് നോയിക്കൊണ്ടിരിക്കുന്ന. സാമ കളിക്കണേ. ഞാൻ താമ്പോടോ. അതിന്റെ റാഷനെ ഒന്ന് വിളിച്ചു, അതിന്റെ സംസാരിച്ചോണ്ടിരുന്ന മൈക്ക് നൂട്ടായിരുന്നു. പറ. താമ്പോടോ. നമുക്ക് സാമിന്റെ കളി കണ്ട അറിയില്ലേ? എടോ ഞാനാ കളിക്കുന്നേന്ന്. താമ്പോടോ. കൊള്ളാം, ഞാൻ കളിക്കുന്നില്ല, ഞാൻ പോകുന്നു. FTT പെണങ്ങല്ലേ? നമ്മള് നല്ല പ്രൊഫഷണൽ ആയിട്ട് കളിച്ചു വരുമ്പോഴത്തേക്ക് സാമിന്റെ കളിയാ.